പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചെറുതുരുത്തിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. ഭർത്താവ് തമിഴരസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശി സെൽവി ആണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാവിലെ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി തമിഴരസൻ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. അതിരപ്പിള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. മുക്കുംപുഴ ആദിവാസി ഊരിലെ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 9:30 വാഴച്ചാൽ റേഞ്ചിലെ പരടി വനത്തിൽ വെച്ചായിരുന്നു സംഭവം. വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF അംഗങ്ങൾ നടത്തിയ കുത്തിയിരിപ്പ് സമരത്തെ പരിഹസിച്ച് ഭരണസമിതി നേതൃത്വം. UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചാലക്കുടി കാനന പാതയിൽ കബാലി വീണ്ടും ഗതാഗതം സ്തംഭിപ്പിച്ചു. അന്തർ സംസ്ഥാന പാതയിൽ മലക്കപ്പാറയ്ക്ക് സമീപം ശാന്തംപാറ 46 മൈൽ ഭാഗത്താണ് ആന റോഡിലിറങ്ങി ഗതാഗതം സ്തംഭിപ്പിച്ചത്. തിങ്കൾ വൈകിട്ട് 4:15 സംഭവം. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രമായ കോടശ്ശേരി ഫാമിൽ നിന്നും അകാരണമായി പിരിച്ചുവിട്ട് തൊഴിലാളി ഷീല ചന്ദ്രനെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഫാമിനു മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് യാത്രക്കാർക്കും ജീവനക്കാർക്കും ദുരിതമായി മാറുന്നു. സൗത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനാണ് കുറച്ച് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. സ്ത്രീകളും വിദ്യാർത്ഥികളടക്കം നിരവധി പേർ എത്തുന്ന ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനാണ് അടച്ചുപൂട്ടിയിട്ടത്. കാപ്പ ഉത്തരവ് ലംഘിച്ചയാൾ റിമാൻഡിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട നാരായണമംഗലം പാറയ്ക്കൽ അഖിൽ ആണ് റിമാൻഡിലായത്. പൊതുസമൂഹത്തിനോടുള്ള ധാർഷ്ട്യത്തിനെതിരെയുള്ള വിജയമായിരുന്നു കേരയിൽ സിൽവർ ലൈൻ സമരമെന്ന് മാരിയ അബു. എറിയാട് പഞ്ചായത്തിലെ ഏറ്റവും വികസിതമായ പ്രദേശത്തെ തച്ചുടച്ചുകൊണ്ട് അതിലൂടെ തന്നെ തീരദേശ ഹൈവേ നടപ്പിലാക്കുമെന്ന് അധികൃതരുടെ വാശിക്കെതിരെ പൊതുസമൂഹം നടത്തുന്ന സമരം വിജയിക്കുമെന്നും മാരിയ അബു പറഞ്ഞു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും നടത്തി. പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ P ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റേഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സൂപ്രണ്ട് ഓഫ് പോലീസ് P വാഹിദ് മുഖ്യാതിഥിയായിരുന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.